IPS പദവിയുടെ അന്തസ്സ് തകർക്കുന്ന രാഷ്ട്രീയ അതിപ്രസരം. മുൻ DGPക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഒരു ഉന്നത ഉദ്യോഗസ്ഥ വിരമിച്ച ശേഷം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എത്രത്തോളം തരംതാഴ്ന്നതാകാം എന്നതിന്റെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ മുൻ DGPയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ. വിദ്യാഭ്യാസവും പദവിയും നൽകേണ്ട മാന്യത കൈവിട്ടുപോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച സംസ്ഥാനത്തിന്റെ നിയമപാലന ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർന്നുകേട്ടത്. രാഷ്ട്രീയ ആഭിമുഖ്യം വ്യക്തിസ്വാതന്ത്ര്യമാണെങ്കിലും അത് വിദ്വേഷത്തിലേക്കും തരംതാഴ്ന്ന നിലവാരത്തിലേക്കും കൂപ്പുകുത്തുമ്പോൾ ആ വ്യക്തി അർഹിച്ചിരുന്ന ബഹുമാനം അണുമണിത്തൂക്കം പോലും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാടിനെ സുരക്ഷയും നീതിയും നടപ്പാക്കേണ്ട DGP പദവിയിൽ ഇത്തരമൊരു വ്യക്തി ഇരുന്നിരുന്നു എന്നത് ഓരോ മലയാളിക്കും ഇന്ന് ലജ്ജാകരമായി തോന്നിപ്പിക്കുന്നു. IPS എന്ന മൂന്നക്ഷരത്തിന് ഒരു മാന്യതയുണ്ട്. ആ പദവി വഹിച്ചവർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ് ഓരോ ഉദ്യോഗസ്ഥനും ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നത്. നാടിന്റെ മതേതരത്വത്തിനും സമാധാനത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് എന്തിന് ജനങ്ങളുടെ നികുതിപണം പെൻഷനായി നൽകണം എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ശക്തമാവുകയാണ്. ആ IPS പദവിയോട് അല്പമെങ്കിലും ബഹുമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്ന പെൻഷൻ തുക ഖജനാവിലേക്ക് തിരികെ നൽകാനുള്ള ആർജവമാണ് ഇവർ കാണിക്കേണ്ടത്. അധികാര കസേരകളിലിരിക്കുമ്പോൾ നിഷ്പക്ഷത നടിക്കുകയും വിരമിച്ചാലുടൻ വർഗീയ നിലപാടുകളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന ഇത്തരം അധപ്പതിച്ച വ്യക്തിത്വങ്ങളെ സമൂഹം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവരുടെ പെൻഷൻ നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബ് ഓൺ ടെലിവിഷൻ.